നമസ്കാരം. പിണറായി വിജയനെ സഭയിലെ നനഞ്ഞ കോഴി എന്ന് വിളിച്ച ജി സുധാകരന് എച്ച് സലാം കൊടുത്തു നല്ല കിണ്ണം കാച്ചിയ മറുപടി എന്നുള്ളതാണ്. ജി സുധാകരൻ അങ്ങനെ ഉത്തരം മുട്ടി. വി ഡി സതീശൻ മന്ത്രിസഭയിലെ ആദ്യ വിക്കറ്റും അങ്ങനെ സഖാക്കൾ എറിഞ്ഞു വീഴ്ത്തിയിരിക്കുന്നു. ഒപ്പം ധവളപത്രത്തിനെതിരെ ഒരു തീപ്പൊരി പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ എച്ച് സലാമിന്റെ പോസ്റ്റ് ഒന്ന് നോക്കാം. പിണറായി വിജയന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ യോഗ്യതയുണ്ടോ എന്ന് ചോദിക്കുന്ന എച്ച് സലാം സുധാകരൻ രാഷ്ട്രീയ കോമാളിയാണെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. താൻ ഒഴികെ നാട്ടിൽ വേറെ ആർക്കും ഒരു വിവരവുമില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വിചാരം. പാർട്ടിയെയും നേതാക്കളെയും നിരന്തരം അധിക്ഷേപിക്കുമ്പോഴും ഞങ്ങൾ കാണിക്കുന്ന അവധാനത ദൗർബല്യമാണെന്ന് കരുതരുത്. പിണറായി വിജയൻ എന്ന മനുഷ്യന്റെ കാരുണ്യം കൊണ്ടാണ് ജി സുധാകരന്റെ അഴിമതി വിരുദ്ധ മുഖം മൂടി കീറിപ്പോകാതിരുന്നതെന്ന സത്യം മറന്നു പോകരുത്. 2021 ഞാൻ മത്സരിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി അല്ലാതിരുന്ന ജി സുധാകരൻ എന്തിനു പണം പിരിച്ചു? അന്ന് താങ്കൾ പിരിച്ചെടുത്ത പണത്തിന്റെ കണക്ക് പരസ്യപ്പെടുത്താൻ തയ്യാറാകണം. ആരിൽ നിന്നൊക്കെ എത്ര ലക്ഷങ്ങൾ പിരിച്ചുവെന്ന് വെളിപ്പെടുത്താൻ ജി സുധാകരന് ധൈര്യമുണ്ടോ? എച്ച് സലാം പിന്നെയും എഴുതുകയാണ് കേട്ടോ. താങ്കൾക്കും വീട്ടിൽ 2-3 പേർക്കും അറിയാവുന്ന രഹസ്യങ്ങൾ പലതും ഇന്ന് പരസ്യമാണെന്ന് മറക്കേണ്ട. താങ്കളുടെ വീട്ടിലെ സ്ത്രീയെയും ഒരുത്തി എന്നാണോ വിളിക്കുന്നത്? LDFന്റെ മുൻ വനിതാ ചെയർപേഴ്സണെ ജി സുധാകരൻ അധിക്ഷേപിച്ചത് ഒരുത്തി എന്ന് വിളിച്ചാണ്. മുൻപ് ഷാനിമോൾ ഉസ്മാനെയും ഉഷാ സാലിയെയും CS സുജാതയെയും സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തി അധിക്ഷേപിച്ചു. കൊല്ലത്ത് നിന്ന് നിങ്ങളെ ആലപ്പുഴയ്ക്ക് പാർട്ടി കടത്തിയതിന്റെ കാരണം ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത്. വിവരക്കേട് പറയുമ്പോൾ ഒരു പരിധിയൊക്കെ വെക്കുന്നത് നല്ലതാണ്. നാട്ടിലൊരു കുപ്പിക്കള്ള് വാങ്ങിക്കൊടുത്താൽ ആരെയും തെറി വിളിക്കുന്ന ഒരാളെ കാണാൻ പറ്റുമായിരുന്നു. ഈ കോമാളിത്തരം കാണുമ്പോൾ ജനങ്ങൾക്ക് അതാണ് ഓർമ്മ വരുന്നത്. പിണറായി വിജയൻ സഭയിൽ നനഞ്ഞ കോഴി എന്നായിരുന്നു കേട്ടോ ഈ ജി സുധാകരൻ പറഞ്ഞത്. ജി സുധാകരനെ പോലൊരു അഹങ്കാരിയെ സത്യത്തിൽ കാണാൻ പോലും കിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നുള്ള എല്ലാ നേട്ടങ്ങളും കൈപ്പറ്റി ഇന്ന് ജി സുധാകരനാക്കിയ ആ പാർട്ടിയെ ജി സുധാകരൻ ഇങ്ങനെ തലങ്ങിനും വിലങ്ങിനും ആക്രമിക്കുകയാണ്. ജി സുധാകരൻ അധിക്ഷേപങ്ങൾ വാരിച്ചൊരിയുകയാണ്. സത്യത്തിൽ ഇതൊക്കെ കണ്ട് ജനങ്ങൾ ജി സുധാകരൻ നോക്കി ചിരിക്കുകയാണ്. ഇത്രത്തോളം ധാർഷ്ട്യമുള്ള ഒരു നേതാവിനെ കണ്ടിട്ടില്ല കേട്ടോ. മാധ്യമങ്ങള് വാർത്തെടുക്കാൻ ചെല്ലുമ്പോൾ ചോദ്യം ചോദിക്കുമ്പോൾ ഒക്കെ അസഹിഷ്ണുത പൂണ്ട് അവരോട് വളരെ മോശമായ രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പല രീതിയിലുള്ള എന്താ പറയാ എതിർ ശബ്ദങ്ങൾ ഉയർത്തുന്ന അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ അഴിഞ്ഞാടുന്ന ഒരു നേതാവ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ കേരളത്തിന് തന്നെ അപമാനം എന്ന് പറയാതെ വയ്യ. മാത്രമല്ല ജി സുധാകരൻ ഇപ്പൊ എന്തോ വലിയ സംഭവം പോലെയാണ് സഭയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഇരുന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇതിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്തായാലും അടിക്ക് നല്ല രീതിയിൽ തന്നെ നല്ല തിരിച്ചടി എച്ച് സലാം കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോ ചോദിച്ച് മേടിച്ചതാണ് എന്നേ പറയാനുള്ളൂ. അങ്ങനെ ഇടതുപക്ഷം ഇങ്ങനെ സഹിക്കുകയായിരുന്നു. ഇങ്ങനെ പറയട്ടെ, വാവോയെ കോടാലിയല്ലേ പറയട്ടെ എന്ന് നോക്കിയിരിക്കുകയായിരുന്നു. അവസാനം എന്താ ഇപ്പൊ എന്തൊക്കെ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഇതിനൊക്കെ മറുപടി ഈ സുധാകരൻ പറയേണ്ടതുണ്ട്. അത് ഞാൻ പറയേണ്ട കാര്യമില്ല എന്നൊന്നും പറഞ്ഞു മുങ്ങിയിട്ടൊന്നും ഇനി ഒരു കാര്യമില്ല. അതുപോലെ തന്നെ സതീശന് കിട്ടിയ പണിയാണ് 8ന്റെ പണി. ബന്ധു നിയമന വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബെന്നി ജോസഫ് മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തിരിക്കുന്നു. രാജിക്കത്താണ്. നമ്മളെല്ലാവരും കണ്ടതാണല്ലോ. അതായത് പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നമ്മുടെ സണ്ണി ജോസഫ് ഈ ബെന്നി ജോസഫ് എന്ന് പറയുന്ന അളിയനെ അങ്ങ് നിയമിക്കുകയാണ്. അങ്ങനെ അളിയനെ നിയമിച്ചിട്ട് ഇങ്ങനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അളിയൻ സൂപ്പറാണ്, അളിയൻ വേറെ ലെവലാണ് എന്നൊക്കെ. അപ്പൊ ജനങ്ങൾ ഇങ്ങനെ നോക്കുകയാണ്. പണ്ട് ഈ EP ജയരാജനെതിരെ ഇവർ തന്നെയല്ലേ ബന്ധു നിയമനം ആരോപണം ഉന്നയിച്ചതെന്ന്. ശരിയാണല്ലോ, ഇവര് തന്നെയാണല്ലോ. അപ്പൊ എങ്ങനെയാണ് ഈ അളിയനെ ഇങ്ങനെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിക്കാൻ കഴിയുന്നത് അളിയ എന്ന് ജനങ്ങൾ ചോദിക്കാൻ തുടങ്ങി. സഖാക്കളും ചോദിക്കാൻ തുടങ്ങി. പ്രതിപക്ഷം അതിശക്തമായിട്ടുള്ള ശബ്ദം ഉയർത്താൻ തുടങ്ങി. സഭയിൽ പോലും ആ ശബ്ദം മുഴങ്ങി കേൾക്കാൻ തുടങ്ങി. അവസാനം KPCC ഓഫീസിൽ പോലും സണ്ണി ജോസഫിനെതിരെ സ്വന്തം പ്രവർത്തകരും നേതാക്കളും ചോദിക്കാൻ തുടങ്ങി. ശരിയാണല്ലോ അളിയ, സണ്ണി അളിയ, എന്താണ് ഈ ബെന്നിയളിയൻ ഇങ്ങനെ ആക്കിയത് എന്ന് ചോദിക്കാൻ തുടങ്ങി. അപ്പൊ പറഞ്ഞു ബെന്നിയളിയന് നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഒക്കെ ഉള്ള ആളാണ് എന്ന് നമ്മുടെ സണ്ണി അളിയന്റെ ഡയലോഗ്. അപ്പൊ മറ്റുള്ളവരൊക്കെ ചോദിക്കുന്നു, അപ്പോ വേറെ ആളുകൾക്കൊന്നും ഇത്ര ക്വാളിറ്റി ഉള്ള ആളുകൾ ഇല്ലേ ഈ കൂട്ടത്തില് എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഈ ബെന്നിയളിയനും സണ്ണി അളിയനും കാര്യം മനസ്സിലായത്. എന്തായാലും ബെന്നിയളിയൻ ഇപ്പൊ പോയിട്ട് ഈ രാജിക്കത്ത് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. നല്ലത് തന്നെയാണ്, വേറെ ഒന്നും കൊണ്ടല്ല. അതായത് ഒന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ഗവൺമെന്റിനെയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ സ്വാഭാവികമായിട്ടും കുറച്ചൊക്കെ മര്യാദ വേണ്ടേടേ എന്നൊക്കെ ജനങ്ങൾ ചോദിക്കും. പിന്നെ അതുപോലെ തന്നെ പ്രതിപക്ഷം ശബ്ദം ഉയർത്തും. എന്തായാലും പ്രതിപക്ഷ ശബ്ദത്തിന് മുമ്പിൽ, സഖാക്കളുടെ ശബ്ദത്തിന് മുമ്പിൽ മുട്ടുമടക്കേണ്ടി വന്നിരിക്കുന്നു. എന്തായാലും ആദ്യ വിക്കറ്റ് തെറിച്ചിരിക്കുന്നു എന്ന് പറയാതെ വയ്യ. ഇനി ഒരു ഗോപകുമാർ മുകുന്ദൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ധവളപത്രത്തിലെ നുണകൾ തുറന്നു കാട്ടിക്കൊണ്ട് ഫേസ്ബുക്കിൽ എഴുതിയ ഒരു പോസ്റ്റാണ് കേട്ടോ. ജനങ്ങളൊക്കെ ഇങ്ങനെ തുറന്നെഴുതുകയാണ്. അപ്പൊ അതൊന്ന് കണ്ടപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് വായിക്കണം തോന്നി. നമുക്ക് നോക്കാം.
സൗകര്യമുള്ള കണക്കുകൾ എടുത്ത് സൗകര്യം പോലെ വ്യാഖ്യാനിക്കുക എന്ന രീതി ചാനൽ ചർച്ചകളുടേതാണ്. ഗൗരവമുള്ള അക്കാദമിക വിശകലനങ്ങളിൽ ഈ വഴിവിട്ട രീതി ഉപയോഗിക്കാറില്ല. പല കണക്കുകൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് അതിനോടുള്ള സമീപനം യുക്തിസഹമായി വിശദീകരിക്കുന്നതാണ് അക്കാദമിക രീതി. അത് മിനിമം അക്കാദമിക സത്യസന്ധതയാണ്. UDF സർക്കാരിനും ശ്രീ സതീശനും വേണ്ടി എഴുതാൻ ഇറങ്ങുന്നതോടെ വിശ്രുതരായ അക്കാദമിക പണ്ഡിതന്മാർക്കും ഈ രീതി കൈമോശം വരികയാണ്. ധവളപത്രത്തിൽ ആമുഖം മുതൽ ഈ രീതി അവലംബിക്കുന്നത് കാണാം. കേരളം മഹാമോശമാണെന്ന് പ്രചരിപ്പിക്കുന്ന രീതി സാധാരണ സംഘപരിവാർ പുലർത്തിപ്പോരുന്ന ഒന്നാണ്. അത് ഏറ്റുപിടിക്കുക എന്നത് ശ്രീ സതീശൻ എന്നും സ്വീകരിച്ചു പോരുന്ന രീതിയാണ്. അതിന്റെ പ്രതിഫലനം ഈ രേഖയിൽ ഉടനീളം കാണാം. കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് ഇതിൽ പറയുന്നത് പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ, അതായത് PLFS ഉദ്ധരിച്ചാണ് കണക്ക് പറയുന്നത്. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസമുള്ള സ്ത്രീകളിലെ തൊഴിലില്ലായ്മ നിരക്ക് കേരളത്തിൽ 20.7 ശതമാനവും ദേശീയ ശരാശരി 4.5%, ദേശീയ ശരാശരിയുടെ 5 ഇരട്ടിയാണ് കേരളത്തിലേത് എന്നുമാണ് ധവളപത്രം പറയുന്നത്. ഈ വിധ താരതമ്യത്തിന് തന്നെയുള്ള പ്രശ്നമുണ്ട്. സെക്കൻഡറി തലത്തിലുള്ള പ്രായത്തിലെ കുട്ടികളിൽ അവിടെ എത്തുന്നവരുടെ ദേശീയ ശരാശരി 35%, കേരളത്തിൻ്റെത് 70%. ഈ കണക്ക് തന്നെ ഡിസ്പ്യൂട്ടഡ് ആണ്. അപ്പോൾ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം കൈവരിച്ചവരുടെ പങ്ക് കേരളത്തിൽ ഇരട്ടിയിലേറെയാണ്. താരതമ്യം അത്ര ലളിതമല്ല എന്നു സാരം. അത് നിൽക്കട്ടെ. ഈ കണക്ക് 2025 പുതിയ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ പ്രകാരം തന്നെ എത്രയാണ്? 2025 കണക്ക് പ്രകാരം ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസമുള്ള സ്ത്രീകളിലെ തൊഴിലില്ലായ്മ നിരക്ക് കേരളത്തിൻ്റെത് 7.3%, ദേശീയ ശരാശരി 5%. അതായത് ധവളപത്രത്തിൽ പറയുന്ന 5 ഇരട്ടി പഴയ കണക്കാണ്. കേരളത്തിൽ വന്ന ഈ മാറ്റം മറച്ചു വെക്കുന്നത് എന്തിനാണ്? ഡിപ്ലോമ, സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ പാസ്സായ സ്ത്രീകളിലെ തൊഴിലില്ലായ്മ നിരക്ക് കേരളത്തിൻ്റെത് 9.1%, ദേശീയ ശരാശരി 10.2%. ബിരുദധാരികളായ സ്ത്രീകളുടെ കാര്യം നോക്കിയാൽ കേരളത്തിൻ്റെത് 18%, ദേശീയ ശരാശരി 17.4%. ബിരുദാനന്തര ബിരുദം നേടിയ സ്ത്രീകളുടെ തൊഴിൽ ഇല്ലായ്മ നിരക്ക് കേരളത്തിൻ്റെത് 14%, ദേശീയ ശരാശരി 16.8%. സ്ത്രീകളുടെ ആകെ കണക്ക് നോക്കിയാൽ കേരളത്തിൻ്റെത് 6.4%, ദേശീയ ശരാശരി 3.1%. ഉന്നത വിദ്യാഭ്യാസം നേടുന്ന സ്ത്രീകളുടെ എണ്ണം ഗണ്യമായി ഉയർന്നതാണെന്നിരിക്കെ തന്നെ കേരളം അവരുടെ തൊഴിലില്ലായ്മ നിരക്കിൽ ദേശീയ ശരാശരിയേക്കാൾ മികച്ച നേട്ടം കൈവരിക്കുന്നതാണ് സമീപകാല ചിത്രം. എന്നാൽ ആകെ സ്ത്രീകളുടെ കാര്യം നോക്കിയാൽ ദേശീയ ശരാശരിയുടെ ഇരട്ടി തൊഴിലില്ലായ്മ ഉണ്ടെന്നും കാണണം. പക്ഷേ അത് ധവളപത്രം പറയുന്ന 5 ഇരട്ടി എന്നത് മുറിച്ചു കടന്ന് ഈ നേട്ടം കൈവരിക്കുന്നു എന്നത് മനസ്സിലാക്കി വേണം കേരളത്തിന്റെ വികസന ധന നയങ്ങൾ രൂപീകരിക്കേണ്ടത്. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം നേടിയ മുഴുവൻ ആളുകളുടെയും തൊഴിലില്ലായ്മ നിരക്ക് കണക്ക് ധവളപത്രം പറയുന്നത് കേരളത്തിൻ്റെത് 10.9%, ദേശീയ ശരാശരി 3.2 എന്നുമാണ്. എന്നാൽ പുതിയ കണക്ക് പ്രകാരം കേരളത്തിൻ്റെത് 7.4%, ദേശീയ ശരാശരി 4.7%. വിദ്യാഭ്യാസവും സ്ത്രീ പുരുഷ വ്യത്യാസവും നോക്കാതെ ആകെ തൊഴിലില്ലായ്മ നിരക്ക് കേരളത്തിൻ്റെത് ഇപ്പോൾ 4.4%, ദേശീയ ശരാശരി 3.1%. എന്നാൽ ധവളപത്രം പറയുന്നത് കേരളത്തിൻ്റെത് 11.6%. ഇത് ദേശീയ ശരാശരിയായ 3.2%-ന്റെ 3 മടങ്ങാണ് എന്നുമാണ്. ആ കണക്ക് 2017 എന്ന് ഓർക്കണം. അവിടെ നിന്നും നാടകീയമായ മാറ്റമാണ് കേരളത്തിന് കൈവന്നത്. എന്തിനാണ് ഇങ്ങനെ കണക്കുകൾ വക്രീകരിക്കുന്നത്? കേരളത്തിന്റെ തൊഴിൽ സാഹചര്യം, തൊഴിൽ ഗുണനിലവാരം, തൊഴിൽ ക്ഷമത ഇതെല്ലാം ഉയരുന്നതാണ് വിവിധ പഠനങ്ങൾ നൽകുന്ന ചിത്രം. കേരളത്തെ വ്യവസായ സംരംഭ നിക്ഷേപ അന്തരീക്ഷത്തിൽ വന്ന മാറ്റം തൊഴിലിൽ പ്രതിഫലിക്കുകയാണ് ചെയ്യുന്നത്. ഇതാകട്ടെ കേരളം കഴിഞ്ഞൊരു ദശാബ്ദമായി കൃത്യമായ ആസൂത്രണത്തോടെ ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് നടത്തുന്ന പൊതു നിക്ഷേപവും പദ്ധതി നടത്തിപ്പും കൊണ്ടുവരുന്ന മാറ്റമാണ്. അതിനെ ഇകഴ്ത്തിയല്ലാതെ ഈ ധവളപത്രം മുന്നോട്ട് വെക്കുന്ന നവ ലിബറൽ നയങ്ങൾ നടപ്പിലാക്കാൻ കഴിയില്ല. അതാണ് ആമുഖത്തിൽ തന്നെ ഇമാതിരി ഒരു കന്നം തിരിവ് കാണിക്കുന്നത് എന്നാണ് പറയുന്നത്. എന്തായാലും VD സതീശൻ മൊത്തത്തിൽ സംഘപരിവാർ BJP നിലപാട് സ്വീകരിക്കുന്നു. കേരളത്തിൽ മൊത്തം പ്രശ്നമാണ് എന്ന നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ള കാര്യം ജനങ്ങളേറെ വൈകിയാണെങ്കിലും മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.